ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതിയൊരു ക്വിസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പരിസ്ഥിതി ദിനം പാർട്ട് 2. ഓക്കെ, ഇന്ത്യയുടെ ടൈഗർ മാൻ. ഇന്ത്യക്ക് ഒരു കടുവ മനുഷ്യനുണ്ട്. ആരാണ് ഇന്ത്യയുടെ കടുവ മനുഷ്യൻ, ടൈഗർ മാൻ എന്ന് അറിയപ്പെടുന്നത്? വാൽമീക് ഥാപ്പർ ശരിയായ ഉത്തരവാണ്. 2025 അദ്ദേഹം മരണപ്പെടുന്നത്. വാൽമീക് ഥാപ്പർ ആണ് ഇന്ത്യയുടെ കടുവ മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം. അങ്ങനെയാണെങ്കിൽ തവളകൾക്കും ഒരു മനുഷ്യനുണ്ട്. പ്രത്യേകത, അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ തവള മനുഷ്യൻ, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്? ആരാണ്? സത്യഭാമദാസ് ബിജു. ഷോർട്ട് ഫോം എങ്ങനെ പറയാറ്? സത്യഭാമദാസ് ബിജു. SBD ബിജു ആണോ? SD ബിജു എന്ന് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ കേട്ടോ. ഓക്കെ, സത്യഭാമദാസ് ബിജു ആണ് ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഈ അവധിക്കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടത് പാമ്പ് കടിയെ കുറിച്ചാണ്. എവിടെ നോക്കിയാലും പാമ്പ്. എന്നാൽ പാമ്പുകളെ ഒരുപാട് സ്നേഹിച്ച ഹെർപ്പറ്റോളജിസ്റ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ സ്നേക് മാൻ, ഇന്ത്യയുടെ പാമ്പ് മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണെന്ന് പറയാം? റോമുലസ് വിറ്റേക്കർ. ആരാ? റോമുലസ് വിറ്റേക്കർ ആണ് ഇന്ത്യയുടെ പാമ്പ് മനുഷ്യൻ, സ്നേക് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരവാണ്. കേരളത്തിന് ഒരു സ്നേക് മാൻ ഉണ്ട്. ആരാ? വാവാ സുരേഷ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി വാട്ടർ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജലമനുഷ്യൻ. ഡോക്ടർ രാജേന്ദ്ര സിംഗ്. ശരിയായ ഉത്തരം. ഡോക്ടർ രാജേന്ദ്ര സിംഗ് ആണ് ഇന്ത്യയുടെ അത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. വാട്ടർമാൻ ഓഫ് ഇന്ത്യ. ജലസംരക്ഷണത്തിന് വേണ്ടി, നദികളുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര സിംഗ്. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷി മനുഷ്യൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്നതാണ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ സലീം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ. അതെ, ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം, ഫോൾ ഓഫ് എ സ്പാരോ. കേരളത്തിനുണ്ടോ ഒരു പക്ഷി മനുഷ്യൻ? ആരാ? ഇന്ദുചൂടൻ. KK നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹമാണ് കേരളത്തിന്റെ പക്ഷി മനുഷ്യൻ. ശരിയാണ്. അതെ, നരസിംഹവും നമ്മുടെ ദേവാസുരം രാവണപ്രഭുവും. ശരി. ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ വനങ്ങൾക്ക് വേണ്ടി, വനത്തിന് വേണ്ടി പ്രവർത്തിച്ച്, മരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ അവസാനം നമ്മൾ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പറയാവോ? ജാദേവ് പായങ്. ശരിയാണ്. മാജുലി ദ്വീപിലൊക്കെ അദ്ദേഹത്തിന്റെ മെയിൻ പ്രവർത്തനം. മാജുലി ദ്വീപ് എന്താ? ലോകത്തെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് മാജുലി. ആ മാജുലി ഐലൻഡിലൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ പ്രവർത്തന മേഖല. ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ജാദവ് പായങ്. ഓർത്തു വെക്കണം പേര് കേട്ടോ, ജാദവ് പായങ്. ഓക്കെ, അടുത്തൊരു മലയാളിയെ കുറിച്ചാണ് ചോദ്യം. ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് കാരണക്കാരനായ, പാൽ ഉൽപാദന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ആൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്നുള്ള പുസ്തകം അല്ലെ? എന്റെ അൺഫിനിഷ്ഡ് ഡ്രീം അല്ലേ? അതെ 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 അതെ, പൂർത്തിയാക്കാത്ത സ്വപ്നം എന്നുള്ള ആത്മകഥയൊക്കെ എഴുതിയ ഒരു മലയാളിയെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാൽ മനുഷ്യൻ. അയ്യോ, ധവള മനുഷ്യൻ, പാൽ മനുഷ്യൻ, മിൽക്ക് മാൻ അല്ലേ? ആരാണ് ഇന്ത്യയുടെ മിൽക്ക് മാൻ? ഡോക്ടർ വർഗീസ് കുര്യൻ. ശരിയായ ഉത്തരവാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ വനമനുഷ്യന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ട്രീ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മരമനുഷ്യൻ. മരങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ അറിയപ്പെടുന്ന ഒരാളുണ്ട്. പറയാം? ആരാ? മാരിമുത്ത് യോഗനാഥൻ. ആരാ? മാരിമുത്ത് യോഗനാഥനാണ് ഇന്ത്യയുടെ മരമനുഷ്യൻ എന്നറിയപ്പെടുന്നത്. നമ്മളൊരു ഷോർട്സില് എല്ലായിടത്തും മരം നട്ടിരുന്ന ഒരു പുള്ളിക്കാരിയെ കുറിച്ച് ഷോർട്ട് ഇട്ടിട്ടുണ്ടല്ലോ. നിബിയുടെ പ്രിയപ്പെട്ട കഥ തിക്കമ്മായോ? സാലുമരത തിമ്മക്ക. പുള്ളിക്കാരി എന്തായിരുന്നു? 2000 കിലോമീറ്റർ മരങ്ങൾ നട്ടു. കുറച്ച് കുറയ്ക്കൂ. 2000 മരങ്ങൾ. ഒരു 1-2 കിലോമീറ്ററിലൊക്കെ 2000 കിലോമീറ്റർ.
ഇന്ത്യയുടെ, കർണാടകയുടെ വൃക്ഷ മാതാവ് വൃക്ഷമാത അങ്ങനെ ആ ഒരു ഇതായിരുന്നു. സാലുമരത്ത് തിമ്മക്കാർ മലയാളം ഇംഗ്ലീഷാ നമ്മള് ഇവർക്ക് പറഞ്ഞത്. കുട്ടികളില്ലാത്തതിന്റെ സങ്കടത്തിൽ നട്ടതായി മരങ്ങളെല്ലാം. സാലുമരത തിമ്മക്ക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ട്രീ മാൻ ഓഫ് ഇന്ത്യ ആരാ? മാരിമുത്തു യോഗനാഥൻ. മാരിമുത്തു യോഗനാഥൻ. ശരി, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഒരു വളരെ പ്രശസ്തമായ ഒരു ഡയലോഗാണ് ഇത്. ആര് പറഞ്ഞതാണെന്നാണ് പറയേണ്ടത്. എക്കോളജി ഈസ് പെർമനന്റ് എക്കോണമി. സുന്ദർലാൽ ബഹുഗുണ. എക്കോളജി ഈസ് പെർമനന്റ് എക്കോണമി എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണ എന്ന് കേൾക്കുമ്പോഴേ ആ പേര് നമുക്കറിയാവുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം, പരിസ്ഥിതി പ്രസ്ഥാനമായ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സുന്ദർലാൽ. പ്രസ്ഥാനത്തിന്റെ മാതാവ് ആര്? ചിപ്കോ പ്രസ്ഥാനം. പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് മേധാ പട്കർ അല്ലേ? പ്രസ്ഥാനങ്ങൾ അങ്ങനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ? പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ശരി, ചിപ്കോ പ്രസ്ഥാനം എന്തായിരുന്നു സംഭവം? ഉത്തരാഖണ്ഡിലെ ചമോലി ഗ്രാമത്തിൽ, ചമോലി ഗ്രാമം, അവിടെ മരങ്ങൾ മുറിക്കാൻ ആളുകൾ വന്നപ്പോൾ ആ മരങ്ങളെ ആലിംഗനം ചെയ്ത് സംരക്ഷിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്നാണ്. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവര് പരിസ്ഥിതി പ്രവർത്തനം നടത്തി. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഹിമാലയത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചുകൊണ്ട് പോകുന്നതിനെതിരെയായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർക്ക് ഈ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ട് നിരവധി ഉത്തരവുകളൊക്കെ നേടിയെടുക്കുന്നതിന് ഇവർ വിജയിച്ചു. ഇദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്നറിയോ? കോവിഡ് കാലത്ത് കോവിഡ് പിടിച്ച് മരിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് സുന്ദർലാൽ ബഹുഗുണ. അത് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ശരിക്കും സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങുന്നത് തന്റെ നാട്ടിൽ ഒരു അണക്കെട്ട് സ്ഥാപിക്കുമ്പോൾ ആ അണക്കെട്ടിനെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിലൊന്നായ തെഹരി അണക്കെട്ടിനെതിരെയുള്ള അപ്പൊ അത് പണിതു. തെഹരി അണക്കെട്ട് പണിയുമ്പോൾ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വരും. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുമാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോഴോർത്തത് അതുപോലെ തന്നെ നമ്മൾ അതിനോട് ചേർത്ത് വെക്കാവുന്ന കേരളത്തിലും നിരവധി പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് ചാലിയാർ സമരം. ആദ്യകാലത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് ചാലിയാർ സമരം. ആ ചാലിയാർ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരാണെന്നറിയോ? ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കെ എ റഹ്മാൻ. എന്തിനായി സുന്ദർലാൽ ബഹുഗുണയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിട്ടെന്നറിയോ? യെസ്, സുന്ദർലാൽ ബഹുഗുണ കേരളത്തിൽ സജീവമായി പങ്കെടുത്ത പരിസ്ഥിതി സംരക്ഷണ സമരമായിരുന്നു ചാലിയാർ സമരം. ചാലിയാർ നദിയിലെ മാവൂർ റയോൺസ് എന്ന് പറയുന്ന മാവൂർ ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിനോട് ചേർന്നുണ്ടായിരുന്നു. അവർ ആ നദിയിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു, രാസവസ്തുക്കൾ വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് മരണവും മറ്റുമൊക്കെ സംഭവിച്ചപ്പോൾ അതിനെതിരെ സമരത്തിന് നേതൃത്വം കൊടുത്തയാളുടെ പേര് കെ എ റഹ്മാൻ എന്ന് ഓർക്കുക. അങ്ങനെ കേരളത്തിലെ മലിനീകരണമായ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളൊന്ന് ചാലിയാറാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്ന് ചോദിച്ചാൽ കല്ലായിപ്പുഴയാണ്. ഏതാ? കല്ലായി കടവത്ത്, ആലുവാപ്പുഴയുടെ തീരത്താ കല്ലായി കടവത്ത്. പട്ടറിയോ? ഓക്കെ, അപ്പം കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാ? അങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും ഒട്ടും മലിനീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതായിരിക്കും? സ്വാഭാവികം. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സ്വാഭാവികമായിട്ട് അതിന് മാലിന്യം വളരെ കുറവായിരിക്കും. അതിലൂടെ ഒഴുകുന്ന നദി എന്നുള്ളതാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, തൂതപ്പുഴ. ശരിയായ ഉത്തരവാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ യൂട്യൂബ് ചാനലിൽ ഇത്തരം വീഡിയോകൾ കൂടുതൽ ഇടണമെങ്കിൽ അതിന് കൂട്ടുകാരുടെ സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ട് എന്ന് വെച്ചാൽ വീഡിയോ കണ്ടു മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ, ഇപ്പോൾ നമ്മുടെ ചാനലിൽ ജോയിൻ കൂടെ ചെയ്യണം. അതെ, ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. എങ്കിലേ നമുക്ക് കൂടുതൽ വീഡിയോകൾ ഇടാനുള്ള ഊർജ്ജം ലഭിക്കുകയുള്ളൂ. പ്രചോദനം. എങ്കിൽ കേരളത്തിൽ ഏറ്റവും വനഭൂമി കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. സംശയമൊന്നുമില്ല. കേരളത്തിലെ ഏറ്റവും വനഭൂമി തീരപ്രദേശമാണ്, മൊത്തം കടലൊന്നുമല്ല, തീരപ്രദേശമാണല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും വനഭൂമി കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. എങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ള ജില്ല ഏതാ? ഇടുക്കി. സ്വാഭാവികം, ഇടുക്കിയാണ്. അവിടുത്തെ കാറ്റാണ് കാറ്റ്. അപ്പൊ ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. എന്നാൽ ഇടുക്കി വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളതാ.
ഒരു ജില്ലയുടെ വലിപ്പം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശതമാന അടിസ്ഥാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് എവിടെയാണെന്നറിയോ? വയനാട്. വയനാട്. മാറിപ്പോകരുത്. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ശതമാന അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് വയനാട്. ഇന്ത്യയുടെ കേസിലും അങ്ങനെയാ. വലിപ്പമുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും കൂടുതൽ വനമുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം ഏതാ? മധ്യപ്രദേശാണ്. ഒരു സംശയം വേണ്ട, മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏതായിരിക്കും? മിസോറം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വനമുണ്ട്. അതുകൊണ്ട് മിസോറം ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം മധ്യപ്രദേശും. വെരി ഗുഡ്. ഇന്ത്യയിൽ വനപ്രദേശം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന മൊത്തത്തിൽ ഡൽഹിയുടെ ഒക്കെ ഭാഗമാണ് അല്ലേ? ആനയ്ക്ക് വരാൻ പറ്റൂ. ഹരിയാനയിലാണ് ഏറ്റവും കുറവ് വനപ്രദേശമുള്ളത്. കേരളത്തിലെ എത്ര ഫോറസ്റ്റ് ഡിവിഷൻ ഉണ്ടെന്നറിയോ? കേരളത്തിൽ എത്ര ഫോറസ്റ്റ് ഡിവിഷൻ? 36 ഫോറസ്റ്റ് ഡിവിഷനുകളുണ്ട് കേരളത്തിൽ. 36 ഫോറസ്റ്റ് ഡിവിഷനുകൾ. അതിൽ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാ? റാന്നി. ഓക്കെ, റാന്നിയാണ് കറക്റ്റ്. കാടുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനോട് ചേർത്ത് ഒറ്റ ക്വസ്റ്റിനോട് ചോദിച്ചോട്ടെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാ? കണ്ണൂർ. മാംഗ്രൂവ് ഫോറസ്റ്റ്, കണ്ടൽ കാടുകൾ. അത് ശരിക്കും ഈ ജൈവസമ്പത്തിന്റെ ഒരു കേന്ദ്രമാണ്. അതിന്റെ ഈ വേരുകൾക്കിടയിലൊക്കെ കടലിനോടും കായലിനോടും നദികളോടും ഒക്കെ ചേർന്ന് തീരത്ത് കാണുന്നതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. അതിന്റെ വേരിനിടയിലൊക്കെ മത്സ്യങ്ങളും മറ്റ് ജൈവ വസ്തുക്കളും ഒക്കെ വളരെ കൂടുതലുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പറഞ്ഞു കണ്ടൽക്കാടുകളുടെ നടുക്കുള്ളത് മംഗളവനം, കുമരകം പക്ഷി സങ്കേതം. ഏതാ? ആണോ? മൊത്തം കണ്ടൽക്കാടാ? ഉറപ്പാണല്ലോ? ആണ്. ഓക്കെ, അപ്പം കൊച്ചിയുടെ ശ്വാസകോശമാണ് മംഗളവനം. ഒരു നഗരത്തിനകത്തുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതവും യഥാർത്ഥത്തിൽ മംഗളവനമാണ്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതങ്ങളിലൊന്നുമാണ് മംഗളവനം. അപ്പൊ അത് കണ്ടൽക്കാടുകളാണ് മുഴുവൻ അല്ലേ? ശരി. കണ്ടൽക്കാടുകൾക്കിടയിൽ മുഴുവൻ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, കേരളത്തിൽ. കണ്ടൽക്കാടുകൾക്ക് വേണ്ടി അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളത് കല്ലേൻ പൊക്കുടനായിരുന്നു. കല്ലേൻ പൊക്കുടൻ ശരിയായ ഉത്തരം. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെ ആത്മകഥ? ശരിക്കും തിരിച്ചറിഞ്ഞ് ചോദിക്കേണ്ടത് കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏതാണ്? കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം ശരിയായ ഉത്തരവാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ശരിയായ ഉത്തരവാണ്. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ വനം സ്ഥിതി ചെയ്യുന്നതും പശ്ചിമ ബംഗാളിലാണ്. ഏതാന്ന് പറയാം? സുന്ദർബൻസ്. ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള ഒരു ഡെൽറ്റയാണ് സുന്ദർബൻസ്. ആ സുന്ദരി മരങ്ങൾ അവിടെയുണ്ട്. ആ സുന്ദർബൻസ് ആണ് ഏറ്റവും വലിയ കണ്ടൽ കാട്, കണ്ടൽ വനം ഇന്ത്യയിലത്. ഓക്കെ, കൂടുതൽ പാർട്ടുകളുമായി നമ്മൾ വരുന്നതായിരിക്കും. അതിനൊപ്പം ഓർക്കേണ്ട കാര്യം, ഇതിനു മുന്നേയും മുൻ വർഷങ്ങളിലും 10 വീഡിയോസ് അല്ല, അതിൽ കൂടുതലൊക്കെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടിയൊക്കെ ഒന്ന് കൂട്ടുകാരെ കാണാൻ ശ്രമിക്കുക. ഈ പുതിയതായിട്ട് ഇടുന്ന ക്വസ്റ്റില് ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ആ പഴയതും പുതിയ വരുന്ന വീഡിയോസും ഒക്കെ കാണുക. കൂടാതെ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഹൈപ്പ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ കൂടുതൽ വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നിബിൻ.